അപ്പോൾ അമേരിക്കയും നമ്മളും തമ്മിലുള്ള ഉരസലിൻ്റെ ഈ കാലത്ത് ഈ ചൈനീസ് വിസിറ്റ് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് ഏരിയാസ് ഏതൊക്കെയാണ് എന്നാണ് താങ്കൾ പറയുക? ഓർക്കേണ്ടത്, ഈ വിസിറ്റ് നമ്മളുടെ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഉണ്ടായതല്ല. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ സമ്മിറ്റ് പണ്ട് തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നതായിരുന്നു. അതിനു മുമ്പ് ഒരു മിനിസ്റ്റീരിയൽ മീറ്റിങ്ങും ഉണ്ടായി. അപ്പോൾ അത് ആകസ്മികമായിട്ടാണ് ഇത് ഈ സമയത്ത് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രത്യേകം ഈ ചർച്ചകൾ നടത്താൻ വേണ്ടിയല്ല പ്രധാനമന്ത്രി ചൈനയിൽ പോയത്. പക്ഷെ ഇന്നത്തെ സാഹചര്യം കൊണ്ട് അതിന് വലിയ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു. ചൈനയും സാധാരണ കൂടുതൽ ഓമത്തോടുകൂടിയും സന്തോഷത്തോഷമോദമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് പല മാനങ്ങളുമുണ്ട്. അത് പലതും പ്രകടിപ്പിക്കുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ബന്ധങ്ങൾക്ക് ചില മെച്ചപ്പെടലുകൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ചൈന നമ്മുടെ ഒരു ശത്രുവായി തന്നെയാണ് നിലനിൽക്കുന്നത് ഇതുവരെ. അവരതിൽ നിന്ന് മാറാനുള്ള സാധ്യതയില്ല. ഫോറിൻ മിനിസ്റ്റർ വാങ്ങി ഇന്ത്യയിൽ വന്നിരുന്നു. അതും ഒരു ആകസ്മികമായ സംഭവമായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ വരാനായിട്ട് വന്നതല്ല. അദ്ദേഹം വന്നത് ബോർഡർ ചർച്ചകൾ, അജിത് ദവാലുമായി ബോർഡർ ചർച്ചകൾ നടത്താനാണ്. അത് വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്നു. അതിലെന്തെങ്കിലും സംഭവിക്കുന്ന ആർക്കും ഒരു പ്രതീക്ഷയുമില്ല. പക്ഷെ അദ്ദേഹം ഈ സമയത്ത് വന്നതുകൊണ്ട് അതും ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഹിച്ചു. പക്ഷെ അദ്ദേഹം ഇവിടെ നിന്ന് നേരെ പോയത് അഫ്ഗാനിസ്ഥാനിലേക്കാണ്. അവിടെ പാകിസ്ഥാൻ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടന്നു. പാകിസ്ഥാനിലേക്ക് പോവുകയില്ല എന്നായിരുന്നു ആദ്യത്തെ വാർത്തകൾ. പക്ഷെ അദ്ദേഹം പാകിസ്ഥാനിൽ പോവുക മാത്രമല്ല, ഇത്തവണത്തെ ചർച്ചയിൽ ഇത്തവണത്തെ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ പാകിസ്ഥാനായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കാണുന്നത് നമ്മളൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു മാറ്റമോ അല്ലെങ്കിൽ നമുക്ക് ചൈനയോ റഷ്യയോ ഉപയോഗിച്ചുകൊണ്ട് ഈ ടാരിഫ് പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്ന് എനിക്ക് പ്രതീക്ഷിക്കാം. അത് സംഭവിച്ചാൽ നല്ലത് തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ നമുക്ക് ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളെയും നിലനിർത്തണം. എന്തൊക്കെ സംഭവിച്ചാലും എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ഡെമോക്രസീസിന്റെ സൈഡിലാണ് നിൽക്കേണ്ടത്, ഓട്ടോക്രസിയുടെ സൈഡിലല്ല. അവിടെയാണ് നമ്മുടെ സ്ഥാനം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം, പല ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അത് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് പ്രസിഡന്റ് ട്രംപിൽ ഉണ്ടാവുകയാണെങ്കിൽ, ചില മാറ്റങ്ങൾ വരാം. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ചൈനയോ റഷ്യയോ ഉപയോഗിച്ച് അമേരിക്കയെ കൗണ്ടർ ചെയ്യുകയോ നമ്മുടെ ബന്ധങ്ങളെ അത് ബാധിക്കാൻ അനുവദിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ. അല്ല, ടി പി ശ്രീനിവാസൻ, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ താങ്കൾ കാണുന്നത് ഇത് ഒരു ദീർഘകാല ബന്ധത്തിന് ശിലയിടാൻ പോവുകയല്ല, അല്ലെങ്കിൽ പഴയതെല്ലാം മറന്ന് വീണ്ടും ഒന്നിക്കുക എന്നത് സാധ്യവുമല്ല. മറിച്ച് അമേരിക്കയുടെ മുൻപിലേക്ക് നമ്മൾ ചില ചിത്രങ്ങൾ വെച്ച് കൊടുക്കുന്നു. അമേരിക്ക ആഗ്രഹിക്കുന്നില്ലല്ലോ ഈ റീജിയണിൽ ഇന്ത്യയും ചൈനയും ഒരു സഖ്യശക്തിയായി പങ്കാളികളായി നിൽക്കുന്നത്. അപ്പോൾ ആ സമ്മർദ്ദം അമേരിക്കയിലേക്ക് കൊടുക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് താങ്കൾ പറയുന്നത്. അതങ്ങനെ ഓവർസ്റ്റേറ്റ് ചെയ്യാനല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഒരു മാറ്റത്തിന്റെ, ഒരു മനസ്സ് മാറ്റത്തിന്റെ ലക്ഷണങ്ങളൊന്നും ചൈനയിൽ ഉണ്ടായിട്ടില്ല. ചൈന പ്രസിഡന്റ് നമ്മുടെ പ്രസിഡന്റിനോട് പറഞ്ഞു, എന്താണ്, എലിഫന്റ് ആൻഡ് ഡ്രാഗൺ മസ്റ്റ് ഡാൻസ് ടുഗദർ. ഈ ഫ്രേസ് ഒരു കാലത്തും അമേരിക്കൻ ചൈനീസ് നേതാക്കന്മാർ ഉപയോഗിച്ചിട്ടില്ലാത്തതാണ്. സാധാരണ പത്രങ്ങളിലാണ് ഇത് വരുന്നത്, ഡ്രാഗണും എലിഫന്റും കൊണ്ട് ഡാൻസ് ചെയ്യണം. പക്ഷെ ഇതൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആയിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഈ ഫ്രേസ് ഉപയോഗിച്ചത് അതിലൊക്കെ ധാരാളം ആളുകൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഓർക്കണം. വാങ്ങിയുടെ സന്ദർശനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്കൊരു വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ, അത് അതിർത്തി പ്രശ്നമാണ്. അതിർത്തിയിലെ സമാധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ ചൈന ബന്ധം. അതുകൊണ്ട് ഇക്കാര്യമായിരിക്കും ഞാൻ പ്രസിഡന്റ് ഷിയോട് സംസാരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിൽ യാതൊരു പ്രോഗ്രസും ഉണ്ടായിട്ടില്ല. അവരുടെ പൊസിഷൻ അത് തന്നെയാണ്. അവിടെ ലഡാക്കിലുണ്ടായ ആക്രമണം കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ വിഡ്രോവൽ ഉണ്ടെങ്കിലും ഡിസെൻഗേജ്മെന്റ് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവർ ധാരാളം പ്രദേശങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്.
2000 സംഭവിച്ച ആക്രമണത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതാണ് ആദ്യം ചെയ്യാൻ. അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇന്ത്യ ചൈന ടോക്സിലെ ചൈനയുടെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊന്ന് അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്ക വിതർക്കങ്ങൾ നമ്മുടെ ബന്ധത്തിൻ്റെയും അതിന്മേലുള്ള ചർച്ചയുടെയും കേന്ദ്ര ബിന്ദുവാകാൻ പാടില്ല എന്നതാണ്. എന്ന് വെച്ചാൽ അതിൽ പരിഹാരമുണ്ടാക്കിയിട്ട് മറ്റെല്ലാം എന്നത് അവരുടെ ഒരു ഫോക്കസ് ഏരിയ അല്ലല്ലോ. തീർച്ചയായിട്ടും അല്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഈ നമ്മുടെ ലഡാക്കിലെ പ്രശ്നങ്ങൾക്ക് ശേഷമുള്ള ചർച്ചകളിൽ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതാണ്. കാരണം ഇതില് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അങ്ങനെ തന്നെ നിലനിർത്തണമെന്നും അത് ഒരു തരത്തിലും ഡിമാർക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നുള്ളത് അവർ വളരെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ക്ലെയിം ലൈൻ ഇവിടെ അരുണാചൽ പ്രദേശ് മുഴുവൻ അവരുടേതാണ്. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശിൽ പോയാൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, പേപ്പർ വിസ കൊടുക്കുന്നത്, അരുണാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് ചൈനയിൽ വിസ ഇല്ലാതെ പോകാമെന്ന് പറയുന്നത്, ഇതൊക്കെ വളരെ പ്രകോപനപരമല്ലേ. അപ്പോൾ അത് സാധിക്കാതെ നമുക്ക് ഈ ഒരു സന്ദർഭം കാരണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് വിചാരിക്കാൻ സാധ്യമല്ല. പോരെങ്കിൽ ജയശങ്കറിനോട് അവർ പറഞ്ഞത്, മോസ്കോയിൽ മീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്, ഇനി നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള എഗ്രിമെന്റിലൊന്നും യാതൊരു ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ പൻഷീൽ മുതൽ രാജീവ് ഗാന്ധിയുടെ എഗ്രിമെന്റ്, നരസിംഹറാവുവിന്റെ എഗ്രിമെന്റ് 93 ഇതൊക്കെയാണ് നമ്മുടെ ബേസിസ് ഓഫ് ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ആർ റിലേഷൻഷിപ്പ്. അവർ പറയാണ് ഇതൊന്നുമില്ല. അപ്പോ ജയശങ്കറിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അപ്പോൾ ദർ ഇസ് നോ ബേസിസ് ഫോർ us to even talk. If all those agreements from Panchsheel to Narasimha Rao's agreement in 1993 are not there, what is there for us to talk? What is the basis? അങ്ങനെയാണ് ആ സംഭാഷണം അവസാനിച്ചത്. അപ്പോൾ ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ചൈനയുടെ ഉദ്ദേശം ഏഷ്യയെയും ലോകത്തെയും ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അവർ നമ്മളെ തോൽപ്പിച്ചിട്ടിരിക്കുകയാണെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് ഇതെല്ലാം ചർച്ച ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണെങ്കിലും ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് ഇതിനോട് നമുക്ക് ഉണ്ടാകട്ടെ.